നിർണായകമായ ഒരു പങ്ക് വഹിച്ചവരാണ് ഈ മലബാർ എന്നുള്ള CPIM-ന്റെ പ്രമുഖരെന്ന് നാം വിളിക്കുന്ന ഈ ഭൂലോക ഫ്രാഡുകളായ നേതാക്കന്മാർ പൊതുജനങ്ങളെ ഭയപ്പെടുത്തി ബോധ്യപ്പെടുത്തുകയും ചെയ്ത് നിരന്തരമായി വിജയിക്കുന്ന ഒരു പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വളരെ സ്വാഭാവികവും ജൈവികവുമായിരിക്കുന്ന ഉജ്ജ്വലവുമായ ഒരു തിരിച്ചടിയാണ് ഈ പറയുന്ന കോടതിയിലെ വിധി എന്ന് പറയുന്നത്. ഇവിടെ ആവർത്തിച്ച സംഭവം എന്താണ്? ഇത്രയും ഒരു ക്രൈം ചെയ്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. അതിലെങ്ങനെയാണ് ഈ ഒരു ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റായി ചുടരുത്? ധാർമ്മികമായി ശരിയാണോ? നമസ്കാരം. പെരിയ കേസിൽ എല്ലാവരും കാത്തിരുന്ന വിധിയെത്തി. പക്ഷേ ആ വിധിയിൽ തൃപ്തരല്ല കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾ. അവർക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം, പൊതുജനങ്ങളുടെയും. ഈ ക്രൂരന്മാർക്കൊക്കെ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങളും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഈ കേസിൽ ക്രൈം ചാനൽ പ്രതിനിധി അയ്യപ്പദാസിനോട് പാണ്ഡ്യാല ഷാജി പ്രതികരിച്ചതും ഇത്തരത്തിൽ തന്നെ. അദ്ദേഹം പറയുന്നത് ശ്രീധരൻ വക്കീൽ അല്പം ഉളുപ്പുണ്ടെങ്കിൽ ആ കുപ്പായം ഇനി അഴിച്ചു വെക്കണമെന്നുള്ളതാണ്. ആ കുടുംബത്തിന്റെ, ആ പാർട്ടിയുടെ, ആ പ്രസ്ഥാനത്തിന്റെ വിശ്വാസമാകെ കളഞ്ഞുകൊളിച്ചുകൊണ്ട് അല്പം നേട്ടത്തിനു വേണ്ടി കാലുമാറിയ ആളാണ് ശ്രീധരൻ വക്കീൽ. അദ്ദേഹത്തിന് ഇനി ആ കുപ്പായം അണിയാൻ എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല, ഈ കേസിൽ പിണറായി വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനുമടക്കം നേരിട്ട പങ്കുണ്ട്. ആ കേസിന് വേണ്ടി കൊലയാളികൾക്ക് രക്ഷിക്കാൻ വേണ്ടി ഫണ്ട് ഇറക്കിയത് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നാണ്. ഈ പണമെല്ലാം തന്നെ ഗോവിന്ദന്റെയോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയോ സ്വത്തുക്കൾ ജപ്തി ചെയ്ത് സർക്കാരിലേക്ക് ആക്കിയെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ കേസിൽ ഒരു പ്രതീക്ഷാവഹമായ കാര്യം തന്നെയാണ് ഈ വിധി. ഇത്രനാൾ ഈ CPM പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനെ അട്ടിമറിക്കുന്നതാണ് ഈ വിധി. അവരുടെ പങ്ക് എന്താണെന്ന് കോടതിയിൽ നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗം തന്നെയായിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്. അദ്ദേഹം പ്രതികരിക്കുന്നു. നമസ്കാരം ഷാജി ചേട്ടാ. നമസ്കാരം ചേട്ടാ, ഇപ്പോ ഈ ഒരു പെരിയ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ വിധി വന്നു. അത് ഇരട്ട ജീവപര്യന്തം വന്നിട്ടുണ്ട്. ഇത് CBI കോടതിയാണ്, ഇവർക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോവാന്നൊക്കെ പറയുന്നു. എന്തായിരിക്കലും ഇത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിന് കിട്ടിയ ഏറ്റവും വലിയ അടിയല്ലേ? അതെ, ഇത് സാധാരണ നിലയിൽ എന്താന്ന് പറഞ്ഞാല് വളരെ അപൂർവമായി ശിക്ഷിക്കപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പൊ TP ചന്ദ്രശേഖരൻ വധക്കേസിനകത്താണ് ഒരു ഗൗരവമേറിയിരിക്കുന്ന ശിക്ഷ പ്രതികൾക്ക് ഉണ്ടായത്. പക്ഷേ അതിന് മറ്റൊരു കേസുകളുടെ അത് പലപ്പോഴും ഇവർ പലപ്പോഴും തന്ത്രപരമായി ഒഴിവാകലാണ് ശരിക്കും. അങ്ങനെ ഈ ഒഴിവാകുന്ന ഒരു അവസ്ഥ വെച്ചിട്ട് ഇവർ പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾക്ക് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ വാ തുറന്നാൽ നിരന്തരമായി കളവ് പറയുകയും ആ കളവ് ആവർത്തിക്കുന്ന രീതിയിൽ, അല്ലെ കളവിനെ സാധൂകരിക്കുന്ന രീതിയിൽ കോടതിയിൽ പോലും സാക്ഷിമൊഴികൾ മാറ്റിപ്പറയിപ്പിച്ച് കോടതിക്കകത്ത് വളരെ വൃത്തികെട്ട രീതിയിൽ ഇടപെട്ട് അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാക്കി തീർത്ത് ഈ ക്രിമിനലുകളെല്ലാം തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ മാന്യന്മാരായി നടക്കുന്ന ചിത്രനിർമ്മിതിയിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചവരാണ് ഈ മലബാർ എന്നുള്ള CPIM-ന്റെ പ്രമുഖരെന്ന് നാം വിളിക്കുന്ന ഈ ഭൂലോക ഫ്രാഡുകളായ നേതാക്കന്മാർ. ഇത് ഈ ഒരു പ്രചരണത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും ആഴമാർന്ന ഒരു തിരിച്ചടിയാണ് ഈ CBI കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശിക്ഷയിലൂടെ മനസ്സിലാക്കാം നമുക്ക് തിരിച്ചറിയാവുന്നത്. അതായത് കോടതിയിൽ നിന്ന് പലപ്പോഴും വ്യാജ നിർമ്മിതിയിൽ ഉണ്ടായിരിക്കുന്ന രേഖകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിച്ച് രക്ഷപ്പെട്ട് ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുകയും അതുവഴി പാർട്ടിയെ ഇത്തരത്തിലൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുക സാധ്യമല്ല എന്ന് പൊതുജനങ്ങളെ ഭയപ്പെടുത്തി ബോധ്യപ്പെടുത്തുകയും ചെയ്ത് നിരന്തരമായി വിജയിക്കുന്ന ഒരു പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വളരെ സ്വാഭാവികവും ജൈവികവുമായിരിക്കുന്ന ഉജ്ജ്വലവുമായ ഒരു തിരിച്ചടിയാണ് ഈ പറയുന്ന കോടതിയിലെ വിധി എന്ന് പറയുന്നത്. ഇതിനേക്കാൾ പ്രധാനമായി ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, ഈ കേസിന്റെ തുടക്കം മുതൽ നിർണായകമായ ഘട്ടം വരെ വാദമുകളെല്ലാം പൂർത്തിയാക്കുന്നവരെ കൂടെ നിന്ന് വാദികൾക്ക് വേണ്ടി വാദിച്ചിരിക്കുന്ന കക്ഷിയായിരുന്നു അവർ. അഡ്വക്കേറ്റാണ് ഈ അഡ്വക്കേറ്റ് CK ശ്രീധരൻ. വളരെ ഗൗരവമുള്ള അഡ്വക്കേറ്റാണ്. തിരിച്ച് ഞാൻ ഇന്നീ പറയുന്ന വിധി വന്നതിൽ പിന്നീട് ശിക്ഷ വിധിച്ചതിൽ വന്നീട് തിരിച്ചു സംശയം ഉന്നയിക്കുകയാണ്. ആ മനുഷ്യന് ഈ വക്കീലിന്റെ പ്രൊഫഷനിൽ തുടരാൻ ധാർമ്മികമായി എന്ത് അവകാശവും എന്ത് അധികാരവുമാണ് അയാൾക്കുള്ളത്?
അയാൾക്ക് മനസാക്ഷി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ തീരെ ഇന്ന് ഈ വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ അയാളെ ഗൗഡ് ഊരി വെക്കണം അയാൾ. കാരണം ചെയ്തത് മുഴുവൻ തന്നെ നേരത്തെ ചെയ്തത് മുഴുവൻ തന്നെ ഈ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രതികളെ കണ്ടെത്തുന്നതിനും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നവരാണ് പാർട്ടി ഹൈജാക്ക് ചെയ്യുകയാണ്. സത്യത്തിൽ എന്താണെന്നറിയാം, ഒരു മനുഷ്യൻ ഇത്രയേറെ അപമാനിതരായി പോവാമോ? ഇത്രമാത്രം വ്യക്തിത്വമില്ലാത്ത ദ്രവരൂപത്തിൽ അലിഞ്ഞു പോയിരിക്കുന്ന ഒരു മനുഷ്യനായി മാറാൻ പാടില്ലായിരുന്നോ? ഒരു വളരെ പ്രമുഖനായിരിക്കുന്ന ഒരു വക്കീലല്ലേ അദ്ദേഹം. ഈ സംഭവം ഉണ്ടായിട്ട് പോലും അയാൾ ഇന്ന് കോടതിയിൽ ഇപ്പോൾ 10 വഴി മീഡിയാസിലൂടെ അയാൾ പറഞ്ഞെന്താണ്? അയാൾ അതിനെന്താ പറഞ്ഞാൽ പിന്നെ വിധിന്യായ കയ്യിൽ കിട്ടട്ടെ, അതിന് ശേഷം അപ്പീൽ പോകുന്നത്. എന്ത് അപ്പീൽ പോകാൻ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ CPM-ന്റെ ഈ ലീഡർഷിപ്പിനെ തൊട്ട മുഴുവൻ ഘടകകക്ഷി പാർട്ടികളും എന്തായെന്നറിയോ? ഒരു അസ്തമിക്കുകയാണ് ചെയ്തത്. വ്യക്തികളെന്ന് തൊട്ടവരോ ഒരു അസ്തമിക്കുകയാണ് ചെയ്തത്. കാരണം ഇവരെല്ലാവരും തന്നെ എന്നറിയാം, നമ്മൾ സാധാരണക്ക് പറയാവുന്ന ഒരു 10,000 വോൾട്ടിന്റെ പിന്നെ ഹൈപ്പർ ടെൻഷൻ പോകുന്നതൊക്കെ കറണ്ട് ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വവ്വാലെല്ലാം കുടുങ്ങിപ്പോയാൽ തൂങ്ങിപ്പോകുന്നില്ലേ? ഇതുപോലെ വരാവുന്ന ചിത്രങ്ങളിലായി മരിച്ചു പോകുന്നവരാണ് ഇവർ തൊട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും. നോക്കൂ നിങ്ങൾ, ഈ കേരളത്തിനകത്ത് പ്രത്യേകിച്ച് വടക്കാർ മേഖലകത്ത് ഏറ്റവും ശ്രദ്ധേയനായി ക്രിമിനൽ കേസുകൾ നടത്തിയിരിക്കുന്ന ഒരു വക്കീലിനെ, ആ വക്കീലിന്റെ ഐഡന്റിറ്റിയെ പോലും ഷണ്ഡീകരിച്ചിട്ട് ആ മനുഷ്യനെ അപമാനിക്കുകയല്ലേ ചെയ്തത് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിധിയുടെ വെളിച്ചത്തിൽ കോടതിയിൽ നിന്ന് ഉത്തരവിട്ടിരിക്കുന്ന ഈ വിധിന്യായത്തിന്റെ വെളിച്ചത്തിൽ എന്ത് വേണമെന്നറിയോ? അദ്ദേഹം ഈ പ്രൊഫഷൻ നിർത്തേണ്ടുന്ന അല്ലെങ്കിൽ കോട്ടൂരിയിട്ട് ഈ പരിപാടി അയാൾ അവസാനിപ്പിക്കേണ്ടതാണ്. ഇനി വരുന്ന മൂന്നാമത്തെ വിഷയം എന്താണെന്നറിയോ? മൂന്നാമത്തെ വിഷയം, ഈ പാർട്ടി ഈ കേസ് ഉണ്ടായ കാലം തൊട്ട് നിരന്തരമായി ആവർത്തിച്ചു വന്നിരിക്കുന്ന സംഭവം എന്താണ്? ഒറ്റ സംഭവം ആവർത്തിച്ചു, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല. ഈ പങ്കില്ല എന്ന് പറയുന്ന സംഭവത്തിലാണ് അവിടെ നിന്നുണ്ടായിരിക്കുന്ന മുന്നത്തെ 2 തവണ MLA ആയിരിക്കുന്ന KV കുഞ്ഞിരാമൻ. ഈ കുഞ്ഞിരാമൻ ഇപ്പോ ഞാൻ അറിഞ്ഞിടത്തോളം എന്താ പറഞ്ഞാൽ ജില്ലയിലെ ലൈബ്രറി കൗൺസിലിന്റെ ഉത്തരവാദപ്പെട്ട പദവിയിലായിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും. ഈ ഇങ്ങനെ ആലോചിക്കുക, ഒരു വളരെ ഗുരുതരമായ ഒരു ക്രൈം ചെയ്തിരിക്കുന്ന ഒരു പ്രതിയെ അതിനകത്ത് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരിക്കുന്ന ഞാനൊരു MLA ആണെന്ന് പറയാവുന്ന തന്റെ അധികാരം ഉപയോഗിക്കുക. ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ശരിക്കും ചെയ്തത്? ഒരു സംസ്ഥാന സർക്കാരിന്റെ ദ്രംഷ്ടകളുള്ള ആ ദ്രംഷ്ടകളുടെ മുഴുവൻ തന്നെ ഈ കൊലപ്പെടുത്തിയിരിക്കുന്ന ഈ 2 കുട്ടികളുടെ കുടുംബത്തോട്, കുട്ടികളുടെ എന്താ പറയാ, അവരുടെ സ്വപ്നങ്ങളെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിക്കല്ലേ വാസ്തവത്തിൽ ഇയാൾ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ചിത്രം ഇയാൾ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആ വരുന്നിടത്ത് വെച്ചാണ് നമ്മൾ ചോദ്യം വരുന്നത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇയാളെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ശിക്ഷാബന്ധം ഇനിയിപ്പോ അയാൾ എന്ത് ചെയ്യണം? അയാൾ സ്വാഭാവികമായിട്ടും ഈ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെക്കട്ടെ. ഇവിടെ ആവർത്തിച്ച സംഭവം എന്താണ്? ഇത്രയും ഒരു ക്രൈം ചെയ്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. അതിലെങ്ങനെയാണ് ഈ ഒരു ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റായി ചുടരുത്? ധാർമ്മികമായി ശരിയാണോ? അതിനേക്കാൾ ഉപരിയായി ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ക്രൈം ചെയ്യുന്ന ആളുകളെയാണോ ഇത്തരത്തിലുള്ള തസ്തികയിൽ നിങ്ങൾ പോസ്റ്റുകൾ ഇരുത്തേണ്ടത്? അക്ഷരമെന്ന് പറയുന്നത് എന്താണ്? അത് ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ആയുധമാണത്. അത്രയും ഗംഭീരമായിരിക്കുന്ന ആയുധത്തെ പ്രയോഗിക്കേണ്ടിയിരിക്കുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ, ബുദ്ധിപരമായ മണ്ഡലത്തിൽ പ്രയോഗിക്കേണ്ട ഒരു തസ്തികയെ എടുത്തെന്ത് ചെയ്യാന്നറിയോ? ഇതുപോലെ അറക്കം കൂട്ടുവന്നിരിക്കുന്നവരെ ജയിലിന്റെ അകത്തുനിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുവരിക. ആ ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സംഭവത്തെ എങ്ങനെ പിടിച്ചു? അത് കോടതി അത് കൃത്യമായി നിരീക്ഷിച്ച് നിർവചിച്ചു വെച്ചു. ഇയാൾ ചെയ്തത് അതിലും വലിയ ക്രൈമാണിത്. അതുകൊണ്ടാണ് അയാൾക്ക് 5 വർഷത്തെ കാലത്തേക്ക് ഉണ്ടായിരിക്കുന്ന വിധി ശിക്ഷ അയാൾക്ക് കിട്ടുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, 2 ടേമുകളിലായി ഒരു സംസ്ഥാന സർക്കാരിന്റെ സമസ്ത ദംഷ്ടകളും സമസ്ത ക്രൂരതകളും നിർബോധമെന്നോണം അതിന്റെ എന്താ പറയാ ഒരു വിരാട് പുരുഷനെ പോലെ നിന്ന് ഒരു കേസിനകത്ത് CPM-ന്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന പ്രതികളെ സംരക്ഷിക്കാൻ ആവശ്യമാക്കുന്ന എല്ലാ ഹീനമായ കൃത്യങ്ങളും ചെയ്യുക. ഈ ഹീനമായ കൃത്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസമല്ലേ TP രാമകൃഷ്ണൻ പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ടാണ്, ഞങ്ങൾ ഏത് അറ്റം വരെയും പോകും. അതിനർത്ഥം എന്താ? ഇവർ നിരപരാധികളാണെന്ന് സ്ഥാപിക്കാനാണ്, അല്ലേ? അതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിരപരാധികളാണ് എന്ന ഒരു അവസ്ഥ നാട്ടുകാരെ കൊണ്ടും കോടതിയെ കൊണ്ടും പറയിപ്പിക്കുന്ന വ്യാജ നിർമ്മിതികൾ നിരന്തരമായി ചെയ്തു വന്നിരിക്കുന്ന ഒരു സംഘടനാ രൂപത്തിന് അതിനകത്തെ നേതാക്കന്മാർക്ക് അത് കിട്ടിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ തിരിച്ചടിയാണ് വാസ്തവത്തിൽ ഈ പേരിയായിട്ട കൊലക്കേസിനകത്തെ വിധിന്യായത്തിലൂടെ അവർക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷ ഇന്നതാണെന്ന് പ്രഖ്യാപിച്ചതിലൂടെ സത്യത്തിൽ അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് വാസ്തവത്തിൽ ആ സംഭവം ബോധ്യപ്പെടുന്നത്. രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ? ഈ പറയുന്ന KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇറക്കി വരുമ്പോൾ പറഞ്ഞിരിക്കുന്നതായത് അതെല്ലാം കോടതിയിൽ ഞങ്ങൾ തെളിയിച്ചോന്നാണ്, അല്ലേ? സംഭവം എന്തായിത്തീർന്നു? കോടതിയിൽ കയറി കളിച്ചപ്പോ ആ കളിയിൽ എന്ത് ചെയ്തു? കോടതിയിൽ ഇവർ തോൽക്കുകയാണ് ചെയ്തത്.
അതുകൊണ്ട് ഇനി വീണ്ടും ആവർത്തിച്ച് പൊതുജനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? സത്യത്തിൽ ആ കുടുംബങ്ങൾ ഒന്നടക്കം ആവർത്തിച്ച് പറയുന്നത് പോലെ ഇവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത് വധശിക്ഷയായിരുന്നു. കാരണം ഇതെന്താ സംഭവത്തിൽ ആളെ തൂക്കിക്കൊല്ലുന്നതിനായിരിക്കുന്നവരാണെന്ന് പോലെയാണ്. പക്ഷേ അതല്ല പറയുന്നത്. പക്ഷേ ഇത്രയും ഹീനവും പൈശാചികവുമായിരിക്കുന്ന കൃത്യം ചെയ്തിട്ട് ആ കൃത്യത്തെ ന്യായീകരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ മിഷനറി ഉപയോഗിക്കുക. എന്നിട്ടോ അതിന് സംസ്ഥാന സർക്കാർ നമ്മൾ ഓരോരുത്തരും നികുതിപ്പണം ഉപയോഗിച്ച് ഏതാണ്ട് 1.25 കോടി രൂപയോളം ഞാൻ അത് പറഞ്ഞത് ഈ പറയുന്ന കേസിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന തുകയുണ്ടല്ലോ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആസ്തി ജപ്തി ഞാൻ അടിപൊളിയായിട്ട് പറയാണ്. ഞാൻ ഒരു തവണ ഇത് പറഞ്ഞതാണ്. ഞാൻ മറ്റു വലിയ ഞാൻ പറഞ്ഞത് അയാളുടെ സ്വത്ത് ജപ്തി ചെയ്തിട്ട് സംസ്ഥാന സർക്കാരിലേക്ക് ഈ തുക പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ സ്വത്തും ജപ്തി ചെയ്തിട്ട് സംസ്ഥാന സർക്കാരിലേക്ക് ഖജനാവിലേക്ക് തരണം. പാർട്ടിക്ക് ആസ്തിയുള്ള പാർട്ടിയാണല്ലോ. പാർട്ടിക്കും ഇത് രണ്ടും സാധ്യമാവാത്ത അവസ്ഥ വരികയാണെങ്കിൽ പാർട്ടി എടുക്കണം. കാരണം ഇതിനകത്ത് ഇവരുടെ വ്യക്തിപരമായ റോളുണ്ട്. മിസ്റ്റർ അയ്യപ്പദാസ് വ്യക്തിപരമായ റോളുണ്ട്. നിങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി എന്തറിയാം? നിങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയെ അയാളെപ്പോഴത്തെ ക്രിമിനൽ ഈ കേരളത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അയാളെപ്പോഴത്തെ അത്രയും ഹീനമായ മനസ്സുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ പറയുന്ന എം വി ഗോവിന്ദൻ നടത്തുന്ന ന്യായീകരണങ്ങൾ ഇവരെല്ലാം വായിന്ന് ഓരോ വാക്കും എന്താണെയോ അതിൽ ഒന്നൊന്നര ക്രിമിനൽ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നവരുടെ വായിന്ന് മാത്രം വീഴുന്ന വാക്കുകളാണത്. ജനാധിപത്യം എന്ന് പറയുന്ന സംഭവത്തിൽ എന്നറിയാം. അതിൽ മാന്യമായിരിക്കുന്ന പദപ്രയോഗങ്ങളുണ്ട്, മാന്യമായ വിശകലന രീതികളുണ്ട്. അതിന് പകരം എന്താണ്? ഇത് മുഴുവൻ തന്നെ ബലപ്രയോഗത്തിന്റെ ഭാഷയാണ്. ഈ ബലപ്രയോഗമൊന്നും ഇവർ ഈ പറയുന്ന മാർക്സുമായിട്ടൊന്നും യാതൊരു ബന്ധമുള്ള സംഭവങ്ങളൊന്നും. കാരണം അതിന് എന്താണ് അറിയേണ്ടത് സാർ? എന്താണ് ഈ സാധനം എന്ന് അവർ വായിക്കോ പഠിക്കോ ചെയ്യണ്ടേ? ഇവരെല്ലാം ഈ പാർട്ടിക്ക് നിൽക്കുന്ന ഈ മാതിരി അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നതിനും അതുവഴി ഞങ്ങൾ എന്നും നാട്ടുകാരെ ഭരിക്കാനുള്ള അധികാരികളാണെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള സംഘടനാ രൂപമാക്കി ചുരുക്കിയാണ് വാസ്തവത്തിൽ ഇത് പറയുന്നത്. അവർ എക്സിക്യൂട്ടീവിനെ സ്വാധീനിക്കുന്നു, ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നു, ലെജിസ്ലേച്ചറിനെയും സ്വാധീനിക്കുന്നു. പിന്നെ നാട്ടുകാർക്ക് എന്താണ് ചെയ്യുക? അത് ചെയ്യാൻ കഴിയുക എന്നുള്ള ദയനീയമായ ചോദ്യത്തിൽ നിന്നാണ് ആ ചോദ്യത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പൊ ഈ പേരിയായി രട്ടക്കൊലക്കേസിനകത്ത് പാർട്ടിക്ക് എത്തുകൊണ്ടിരിക്കുന്ന ഈ 16 കക്ഷികൾക്കും അവർക്ക് ശിക്ഷ കിട്ടിയെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു വിധിയാണ് എന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം.